നമ്മുടെ ആദ്യത്തെ കുക്കിംഗ് വീഡിയോ ആണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇന്ന് മാർക്കറ്റിൽ നിന്ന് നല്ല കണവ കിട്ടിയായിരുന്നു. അപ്പോൾ കണവ വാങ്ങി അത് റോസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ കണവ വാങ്ങി അമ്മയുടെ കയ്യിൽ കൊടുത്തു. അമ്മ അത് നല്ലപോലെ ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട്. അത് ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി എടുക്കണം. കണവ അറിയാമല്ലോ, ക്ലീൻ ചെയ്യാൻ കുറച്ച് ഈസി ആണെങ്കിലും നല്ലപോലെ വൃത്തിയാക്കി എടുക്കണം. അമ്മയുടെ ഫേസ് കാണിച്ചപ്പോൾ അമ്മയ്ക്കൊരു നാണം. അമ്മ കഴുകി നല്ല വൃത്തിയാക്കി നല്ലതുപോലെ കഴുകി എടുത്തായിരുന്നു കണവ. ഇനി അതിന് വേണ്ട ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയാണ് ചേരുവകൾ. അതെല്ലാം അരിഞ്ഞ് റെഡിയാക്കിയാണ്. എല്ലാം അരിഞ്ഞ് റെഡിയാക്കിയതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി എല്ലാം കൂടെ മഞ്ഞൾപ്പൊടി ചേർത്ത് ഉപ്പും ഇട്ട് ഇളക്കി അടച്ചു വെച്ചു. അത് ഈ ഒരു പരുവായി വരുമ്പോഴത്തേക്ക് നല്ല മസാല നല്ല മൂത്ത് പരുവായി വരുന്നതിന് ശേഷം ഒരു തക്കാളി ഇട്ടിട്ടുണ്ട്. ഈ ഒരു പരുവായി വന്നതിന് ശേഷം അതിലോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ആദ്യം ഇട്ടിട്ട് മല്ലിപ്പൊടി ഇട്ട് നല്ലതുപോലെ മിക്സാക്കണം. നല്ലതുപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം കണവ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പും കുരുമുളക് പൊടി ഇട്ട് നല്ല വേവിച്ച് വെച്ചിട്ടുണ്ട്. അതെടുത്ത് ഇതിലോട്ട് മിക്സ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നല്ല മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തതിന് ശേഷം കുറച്ച് ഗരം മസാലയിലോട്ട് ആഡ് ചെയ്യണം. ഗരം മസാല കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നല്ലതുപോലെ മിക്സ് ആക്കണം കേട്ടോ. നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇതിൻ്റെ കളറൊക്കെ മാറി വരുന്നത് കണ്ടോ, നല്ല മണം വരുന്നുണ്ട്, നല്ല കളറൊക്കെ മാറി വരുന്നുണ്ട്. ഈ വെള്ളമൊക്കെ ഇനി അങ്ങ് വറ്റും. അടച്ചു വയ്ക്കുക. അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് കരിവേപ്പില ഇട്ട് ഒന്ന് ഇളക്കി എടുക്കുമ്പോൾ നല്ല വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി കണവ റോസ്റ്റായി. ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.